ഹലോ സാജിക്കാണ്. എല്ലാവർക്കും സുഖാണല്ലോ. ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നൊരു ഹോസ്പിറ്റൽ ഡേ ആണ്. അപ്പോ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അടുക്കളയൊക്കെ ഇറങ്ങിയപ്പോ തന്നെ കേട്ടോ. അപ്പൊ പുറത്ത് പോവാനുള്ളതുകൊണ്ടാണോ എന്താന്നറിയില്ല. അപ്പൊ ഒരു വ്ളോഗ് എടുക്കാൻ ഭയങ്കര ഒരു കൊതി. ഞാനാണെങ്കിൽ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോ വ്ളോഗ് ഇടുന്ന ഒരാളാണ്. വലിയ മെയിൻ ചെയ്യാത്ത ഒരാളാണ്. ഷോർട്സ് എപ്പോഴും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യലുണ്ട്. പക്ഷെ ലെങ്ത് എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോ എന്താ അറിയില്ല, അങ്ങനെ തോന്നി. അപ്പൊ ഒരു വ്ളോഗ് എടുക്കാനൊരു താല്പര്യം. അപ്പോ ഞാനിങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുത്തോണ്ടെന്നുണ്ട്. അപ്പൊ ഞാൻ എടുത്തിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ടോ. പക്ഷെ അപ്പോഴും എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ എടുക്കാനും അതും വേറൊരു മടി. അപ്പൊ ഇന്നിപ്പോ ഈ ഒരു സമയത്ത് ഒരു ഈവനിങ് അങ്ങനെ തോന്നി. ചിലപ്പോ ഇത് മുഴുവനാക്കൂലേ, അപ്പോ തിനമോളം എണീക്കും. പക്ഷെ അത് കംപ്ലീറ്റ് ആക്കും. എപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്യണം. അങ്ങനെ ഞാൻ കട്ടൻ ചായയൊക്കെ വെള്ളം വെച്ച് പൊടി ഇട്ടപ്പോ തന്നെ ഇനമോളെ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പൊതുവേ അല്ലേ, എന്ന് മാത്രമെന്നല്ല കേട്ടോ, എന്നും നേരത്തെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന് ഓള് പ്രസവിച്ചെടുക്കുന്ന സമയത്ത്, ഓളല്ല, ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ കട്ടിലിൽ എണീച്ച് അപ്പം ഉണരുന്ന ഒരു വ്യക്തിയാണ്. അതിനൊരു മാറ്റമില്ല. 3 വയസ്സായിട്ട് കേട്ടോ. നീ ചിലപ്പോൾ മദ്രസ ചേർക്കുന്ന സമയമൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ മടിക്കണ ഒരു പ്രായമാവും ചിലപ്പോൾ എണീക്കാൻ. ഓളിൽ ഞാൻ നോക്കുന്നുണ്ട്, ഞാൻ ഓളെ പറ്റി പറഞ്ഞപ്പോൾ. അപ്പം ഞാൻ ചായ നല്ല ചൂടാണ്, അപ്പം അതൊന്ന് ചൂടാറിക്കോട്ടെ വിചാരിച്ചിട്ട് അവിടെ മാറ്റി വെച്ചു. അപ്പം ഞാൻ ചെറുപയർ ഇന്ന് കറി വെക്കാൻ വിചാരിച്ചു. ഇന്ന് ഹോസ്പിറ്റലിൽ പോണതുകൊണ്ട് തന്നെ എളുപ്പക്കടിയാണ് ദോശയും ചെറുപയറും. അപ്പോൾ ചെറുപയർ അടുപ്പത്ത് കുക്കറിൽ വെച്ചാൽ പിന്നെ സമാധാനത്തിൽ കുറച്ച് നേരം ഇങ്ങനെ ചായ അടിച്ച് ഇങ്ങനെ ഇരിക്കല്ലോ. അപ്പോൾ ചെറുപയറൊക്കെ വിസിലടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മുമ്പ് ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ മറന്നിട്ട്, ഇനി മോള് ഇപ്പോൾ ചായയൊക്കെ പഞ്ചസാര ഇട്ടല്ലോ. അപ്പോൾ ചിലവർക്ക് അത് പറ്റിക്കോണമെന്നില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ അടുപ്പത്ത് തന്നെ ഇരുന്നിട്ട്, അടുപ്പത്തെന്ന് വെച്ചാൽ ടേബിളിൽ തന്നെ ഇരുന്നിട്ട് ചൂടുള്ള ചായയാണ് ചിലപ്പോൾ കൈയായിട്ട് മേലേക്ക് ചിന്തും. അങ്ങനെയൊക്കെ കുട്ടികൾ എന്തെങ്കിലും അപകടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റും. അപ്പോൾ പക്ഷെ എപ്പോഴും ചീത്താറില്ലുണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കരുത്. ഒപ്പം നിന്നിട്ട് ഉണ്ടാക്കിയത് പേടിയാണ്. ഗ്യാസുമ്മലും കൂടി അപ്പോൾ പെട്ടെന്ന് താഴെ വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, അങ്ങനെ ഒന്നും ചെയ്യത് നമ്മൾ ഇതൊന്നും കണ്ടിട്ട് ആരെക്കൊണ്ടും. പക്ഷെ ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ. അതായത് ഇപ്പോൾ ദോശയാണെങ്കിൽ മാവ് ചട്ടി കൊയ്ക്കാൻ, കറി ഇളക്കി തരാൻ, ഉള്ളി അരിഞ്ഞു തരാൻ, വെളുത്തുള്ളി തൊലിച്ചിട്ട് നമ്മൾ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഓക്കും വേണം ഒരു കത്തി. അങ്ങനെ കത്തിപ്പണി ഓൾ എടുക്കലുണ്ട്. പക്ഷെ അങ്ങനെ കൊടുക്കാൻ പാടില്ല. പക്ഷെ ഓക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവള് ശ്രദ്ധിക്കൂട്ടെ കൈമ തട്ടോ ഇല്ലേന്നൊക്കെ. നമ്മളിങ്ങനെ അത് ക്യാച്ച് ചെയ്യുള്ളൂ, എന്തൊക്കെ ചെയ്യണില്ല, നമ്മളൊപ്പം ഇരുന്നിട്ട് നമ്മളിങ്ങനെ ചെയ്യിപ്പിക്കലുണ്ട്. അങ്ങനെ മനഃപൂർവ്വം ഓക്ക് ഇഷ്ടമാണ്. അപ്പോൾ വേറെ എപ്പോഴും കൂടി തരലുണ്ട്. എന്ത് പണിയാണ് ഓൾ കൂടി തരും. അപ്പോൾ ഓക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഒപ്പം ഉണ്ടെങ്കിൽ നമ്മളെ കണ്ണ് ഓളെ മേലെ തന്നെ ഇരിക്കാറട്ടോ. അങ്ങനത്തെ ഒരു ഇതുണ്ടാവില്ല. ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോവുക അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ചെറുപയറൊക്കെ വറവിട്ട് അത് മാറ്റി വെച്ചിട്ട് അപ്പുറത്തെ അടുപ്പിൽ കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് തന്നെ ഡെയിലി വലിയ ഇഷ്ടം കുറവാണെങ്കിൽ പോലും നമ്മൾ എന്നും കഴിക്കാൻ ശ്രമിക്കലുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് രാവിലെ തന്നെ പൊതുവേ കട്ടൻ ചായക്ക് വേഗം ബേക്കറി എടുത്തിട്ട് തിന്നല്. അപ്പോൾ ആ കോഴിമുട്ട രാവിലെ പുഴുങ്ങി വെച്ചാലും ചിലപ്പോൾ 10-11 മണി വരെ അവിടെ കിടക്കും. അപ്പോൾ രാവിലെ ചായക്കോ അല്ലെങ്കിൽ രാവിലത്തെ ചായ കൂടി കഴിഞ്ഞിട്ട് ടൈമിന് എപ്പോഴെങ്കിലൊക്കെയാണ് കുടിക്കൽ കേട്ടോ. അപ്പോൾ അതൊക്കെ കാൽച്ചായൊക്കെ കുടിച്ചു. പിന്നെന്താ പൊതുനെ ദോശ ചുട്ടോ. ദോശ ഇട്ട് കഴിഞ്ഞ് ഒരു 8:30 ആകുമ്പോൾ നമ്മളെ പാലേര് വരും കേട്ടോ. പാലേര് അവിടെ വണ്ടി മുറ്റത്ത് എത്തിയാൽ അപ്പം ഇനമോള് പാല് എന്ന് പറഞ്ഞു ഓക്കെന്നെ കുപ്പി പിടിക്കണം, ഓക്കെന്നെ കൊടുക്കണം, ഓക്കെന്നെ വാങ്ങണം. അങ്ങനെ അതിന് വേണ്ടിയിട്ടൊരു ഓട്ടാണ്. അങ്ങനെ ദോശയൊക്കെ ആയിട്ടോ. പിന്നെ എന്താ പറയാ, രണ്ടാളും ചിലപ്പോൾ പാച്ചു പാലിന് പോകും, ചിലപ്പോൾ പാച്ചു ബാത്റൂമിൽ എവിടെയെങ്കിലാണെങ്കിൽ ഞാൻ ഓടും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പാലിന്ന് നേരത്തെ കാച്ചി വെക്കണം കേട്ടോ. പുറത്ത് പോണതുകൊണ്ട് തന്നെ കുപ്പി തന്നെ വെച്ചാൽ അത് മറന്നു പോകും. നമ്മൾ മെയിൻ ചെയ്യില്ല. കുപ്പി ബോട്ടിൽ വാങ്ങിക്കണോണ്ട് നമ്മൾ ഓപ്പൺ ആക്കാൻ ചിലപ്പോൾ മറന്നു പോകും. വീട്ടിൽ നിന്നൊക്കെ നമ്മൾക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ടാവും. പിന്നെ പാഴ്ചയിലൊക്കെ എണീച്ച് എല്ലാവരും കൊണ്ട് ചായ, എല്ലാവരും 3 ഒപ്പം ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കല്. പക്ഷെ പാല് അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോണ തിരക്കിൽ അത് മറന്നു. അപ്പോൾ പിന്നെ ഞാനത് തിളക്കോളും ഒപ്പം കൂടെ തന്നെ നിൽക്കണം. ഇങ്ങോട്ട് തെറ്റിയാൽ ചിലപ്പോൾ അത് തിളച്ച് തൂക്കി പോവുകയും ചെയ്യും കേട്ടോ. ഇന്നിപ്പോൾ ഇങ്ങനെ ചായ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. കണ്ട കറി ഓളെന്നെ പറഞ്ഞു ഓക്ക് തന്നെ ഒക്കെ ചെയ്യാൻ സ്വന്തമായിട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. മാഷല്ല നല്ല മൂഡിലാണെങ്കിൽ ചിലപ്പോൾ കുറുമ്പിലേക്കാറട്ടെ കുട്ടികളെ ഓരോ മൂഡിനനുസരിച്ച്. പിന്നെ പാല് ഇങ്ങനെ തിളക്കണ ഓക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ തിളക്കാൻ നേരത്തെ റെഡി 1 2 3 എന്ന് പറയുമ്പോൾ ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പറിച്ച് വരണ കാണാൻ. അങ്ങനെ എന്തൊക്കെയൊക്കെ ചെയ്ത് നേരം വൈകിട്ട് 9 മണിക്ക് ഹോസ്പിറ്റലിൽ എത്താൻ പറഞ്ഞതാണ്. അങ്ങനെ തന്നെ ചായ അടിക്കുമ്പോൾ തന്നെ പിന്നെ കുറേ നേരം വർത്താനം പറഞ്ഞ് പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഇങ്ങനെ. അപ്പം ഞാനത് കൂട്ടിയിട്ടാണ് തിന്ന പോലൊക്കെ പിന്നെ ചായയൊക്കെ കുടിച്ചു. പിന്നെ കുളി മാറ്റൽ എന്തൊക്കെ സ്പീഡ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഒരു 10 മണിയാണ്.
അങ്ങനെ ഡോക്ടറെ കാണിക്കണം. കഴിഞ്ഞ മാസം ഡോക്ടറെ കാണിക്കാൻ വന്നപ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി തന്നതിന് കേട്ടോ, ഒരു മാസം മുമ്പ്. അപ്പോൾ പറഞ്ഞ ഡേറ്റിന് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ മറ്റേ ഗ്ലൂക്കോസും കൂടി കഴിച്ചിട്ട് 1 hour കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളാണ് കേട്ടോ, ബ്ലഡും കാര്യങ്ങളൊക്കെ, യൂറിനൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ വെറുതെ അത് കുഴിച്ച് ഇതിൻ്റെ പൊന്നെ 1 മണിക്കൂർ എന്താ ഉറക്കം വരുന്നുണ്ട്. കുറേ ഇരുന്ന് ഊരെങ്ങനെ കുഴങ്ങിയപ്പോൾ പിന്നെ ഞാൻ അവിടെ ഒരു ബെഞ്ച് ഉണ്ടേനി, ഒരു മേശൻ്റെ അപ്പുറത്തായിട്ട് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ കിടന്ന്. അങ്ങനെ എന്തൊക്കെ 1 മണിക്കൂർ കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് കൊടുത്താൽ പിന്നെ നല്ല ഒരു വിശപ്പ്. അപ്പോൾ അപ്പുറത്തൊരു ഹോട്ടലുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ പോയപ്പോൾ നല്ലൊരു പൊറോട്ടയും മുട്ടക്കറിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് മുമ്പ് പോയപ്പോൾ ഞാൻ കഴിച്ചിനി. അപ്പോൾ പിന്നെ അതിന് ഉച്ച 12 കഴിയണം. അപ്പോൾ ചോറ് എന്തായാലും തിന്നാനായല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ സാധാ ചായയും സാൻഡ്വിച്ചും ഒക്കെ ആക്കിട്ടോ. റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ ആവുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 1/2 മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് ഞങ്ങൾ ആ ചായക്കടയിൽ ഒരു ഹോട്ടലിൽ ഞങ്ങൾ ഇരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് പുറത്തോയിട്ട് കുറേ പരിപാടി മനസ്സിൽ പ്ലാനിങ് ഉണ്ട്. ഇതിനെ മുടി വെട്ടിക്കാനുണ്ട്, അങ്ങനെ എന്തൊക്കെയോ അവർക്ക് ഡ്രസ്സ് എടുക്കാനുണ്ട്, എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ടായി. അപ്പോൾ പിന്നെ അവിടെ എത്തിയപ്പോൾ റിസൾട്ട് കിട്ടി. പിന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വെയിറ്റിംഗ് കേട്ടോ. അധികം തിരക്കൊന്നുമില്ല, മറ്റേത് നിറയെ ആൾക്കാരുണ്ടാവും, അന്ന് വലിയ തിരക്ക് കുറവാണ്. അപ്പോൾ ഡോക്ടർ ലാബ് റൂമിൽ പോയി, അപ്പോഴും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇഞ്ചക്ഷൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം ഞാനതെങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഡോക്ടറെ കണ്ടു, മരുന്ന് എഴുതി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അടുത്ത ഒരു 1 month കഴിഞ്ഞിട്ട് വീണ്ടും വരാൻ പറഞ്ഞു. പിന്നെ ഇപ്പം 7 month സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ വെച്ചാൽ നമ്മളെ ചെമ്മാട് മൂന്നിയൂർ ഹോസ്പിറ്റലുണ്ട്, ആലഞ്ചുവടെ. അപ്പോൾ ഫസ്റ്റ് പരപ്പനങ്ങാടി നഹാസിലേനി. പിന്നെ നമുക്ക് ആലഞ്ചോടെ നമുക്ക് എടുത്തമ്മ മുറ്റത്ത് മുല്ലക്ക് മണല്ല എന്ന് പറഞ്ഞ മാതിരി നമ്മൾ അധികം വലിയ ഇങ്ങോട്ട് വരലില്ല. പക്ഷെ എനിക്ക് ഒരട്ടം വന്നാൽ പിന്നെ അവിടെ നിന്ന് പോന്നാൽ ഇനി അവരെ ഡോക്ടർമാരെ കുരുത്തക്കേട് എന്തേ പറ്റുമോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്ട്. ഞാൻ കാട് കയറി ചിന്തിക്കും, ഞാൻ അവിടെ നിന്ന് പോകുന്ന അവരെ കുരുത്തക്കേട് പറ്റുമോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളാണ്ട്. പിന്നെ ഇനി എവിടെ ആയാലും വേദന നമ്മൾ തന്നെ സഹിക്കണ്ടേ. അപ്പം പിന്നെ ഒന്നും നോക്കില്ല. ഇനക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഇരുന്ന് ചടച്ച് കണ്ടു. അപ്പം ഞാൻ അങ്ങനെ ഒരു മൂഡ് മാറിക്കോട്ടെ, നമുക്ക് പോകുമ്പോൾ മുടി വെട്ടണം എന്തായാലും. അപ്പം മുടി വെട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഓക്ക് പിന്നെ മുടി വെട്ടിയേ തീരുമോ. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് മുടി വെട്ടാന്ന് വിചാരിച്ചു. അപ്പം ഒന്നും ക്ഷമയില്ല കേട്ടോ, മുടി വെട്ടുക അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നേരെ ഒരു പാർലർ കയറി. നമ്മൾ ആലഞ്ചോട്ടിന്ന് ചെമ്മാട്ടിക്ക് വരണല്ലോ. അപ്പം താഴെ വേഗം ഒഴിഞ്ഞു തിരക്കായതുകൊണ്ട് വേഗം ഒരു പാർലറിൽ കയറിട്ടോ. അങ്ങനെ ഓളെ മുടി വെട്ടിയിട്ട് ഇപ്പോൾ ഒരു 8 മാസമെങ്കിലായി ഉണ്ടാവും. അപ്പോൾ ഓക്ക് ഉള്ളു കുറവാണ്. അപ്പോൾ ഒന്ന് വലുതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചുകൊണ്ടെന്ന് വെച്ചാൽ വല്ലാതെ വലുതാവണമില്ല, എന്നാലും ചെറിയ ചേഞ്ച് ഉണ്ട്. അപ്പം ഇനി ഏതായാലും നോക്കിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊന്ന് മുടി ഒന്ന് അറ്റൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാൻ വിചാരിച്ചിട്ട് മുടി വെട്ടാനിരുന്നു കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ മുടി ഹെയർ കട്ട് ചെയ്തിട്ടും ഒരു 1 year കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് 1.5 കൊല്ലമൊക്കെ ഉണ്ടാവും എന്തായാലും. അപ്പം ഇങ്ങനെ വെട്ടണം വിചാരിക്കും ഞാൻ. അല്ലെങ്കിൽ 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ എൻ്റെ മുടിൻ്റെ അറ്റം വെട്ടി കൊടുക്കണം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹെയർ ഉണ്ട് കേട്ടോ. അപ്പം അച്ഛൻ അങ്ങനെ മുടി വെട്ടിക്കളയണതൊന്നും ഇഷ്ടമില്ല. അറ്റം വെട്ടണമെല്ലാം പകുതിയൊക്കെ വെട്ടണത് ഞാൻ അങ്ങനെ 2 പ്രാവശ്യം എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പകുതിയോളം വെട്ടിയിട്ട് പിന്നെ അതൊരു 3 വർഷമൊക്കെ എടുക്കും ആദ്യത്തെ സ്ഥിതിയിലേക്ക് വളരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അങ്ങനെ ആഗ്രഹം ഉണ്ടാവും. അപ്പം ഞാൻ ചോദിച്ച് അങ്ങനെ വെട്ടട്ടെന്ന് വെച്ചപ്പോൾ വലിയ ഇഷ്ടമില്ല. അപ്പം പിന്നെ ഞാൻ പിന്നെ മുടിൻ്റെ അറ്റം വെട്ടിട്ടോ. അപ്പം അവർ അങ്ങനെ മുടിൻ്റെ അറ്റം വെട്ടിക്കുമ്പോൾ ഹെയർ വാഷ് ചെയ്തിട്ട് വെട്ടുള്ളൂ അവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്നും എനിക്ക് വയ്യ. കുറേ നേരം ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ആകെ ടയേർഡാണ്. അപ്പം പിന്നെ അല്ലാതെ തന്നെ അവർ കട്ട് ചെയ്തെന്ന് അങ്ങനെ പിന്നെ വേഗം അവിടെ നിന്ന് പോകുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ടേനി. എപ്പോൾ പുറത്ത് പോയാലും മന്തിയാണ് ഫേവറേറ്റ്. അങ്ങനെ പോയാലും മന്തിമൊക്കെ എത്തൂട്ടോ പോയി കഴിഞ്ഞാൽ. പിന്നെ ചോറ് കഴിക്കണം എന്ന് തന്നെ ഇനി മനസ്സിലാവും. അപ്പം ഞാൻ വിചാരിച്ച ചെമ്മാട് ഉണ്ടല്ലോ ചെറിയ ഹോട്ടലൊക്കെ സാധാ ചോറ് കിട്ടണേ, അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. ചെമ്മാട് ഇല്ലം എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അപ്പോൾ പാച്ചിന് അവിടെ ഇരിക്കാൻ സൗകര്യം കുറവായിക്കാരം, കുറേ നേരം വെയിറ്റ് ചെയ്യണം. നമ്മളിങ്ങനെ പോയി നോക്കാറ്. അപ്പോൾ ചെമ്മാട് തന്നെ കുറേ പ്ലാനിങ് ഉണ്ട്. ഇനി മമ്പറം പോകാനുണ്ട്, അതുപോലെ തന്നെ ഡ്രസ്സ് എടുക്കാനുണ്ട്. അപ്പോൾ ഏതായാലും വിശപ്പല്ല, ആദ്യം വിശപ്പ് മാറ്റിയിട്ട് പിന്നെ ഡ്രസ്സ് കടയൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ കുറേ ടൈം എടുക്കുമല്ലോ. അപ്പോൾ നേരെ അപ്പൊ പിന്നെ പാച്ചി പോയി വേങ്ങര. അപ്പൊ അങ്ങനെ വേങ്ങര തറവാട് ഹോട്ടല്, തറവാട് എന്നാണ് പേരിട്ട. അപ്പൊ അവിടെ പോവാന്ന് പറഞ്ഞത് മൂപ്പര് പോകുന്നത്. അതിന്റെ തൊട്ട് മുന്നേ വേറൊരു ഹോട്ടലുണ്ട് കേട്ടോ സാദാ ചോറിന്റെ. അപ്പൊ അങ്ങോട്ടും പാസ് ചെയ്യാത്ത അതും മറിഞ്ഞു കിടന്നിട്ടാണ് ഇങ്ങോട്ട് എത്തിയത് കേട്ടോ. പിന്നെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ തന്നെ എല്ലാ ഫുഡും ഞാൻ കഴിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് 3 മാസം വരെ നമുക്കൊന്നും ഫുഡ് വേണ്ടായി, അങ്ങനെ ഓരോ അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ ആഗ്രഹമുള്ളതോ എന്താണോ അതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലുപരി ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക വെച്ചാൽ, അപ്പോൾ സാദാ ചോറും മീനും പുറത്ത് പോയി കഴിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അതൊരു 9ാം മാസം ആ ഒരു സമയത്ത് എന്തെങ്കിലും തോന്നണേ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും സാദാ ചോറും കഷ്ണ മീനൊക്കെ കഴിക്കാൻ പോകുന്നു. പക്ഷെ വീട്ടിൽ നിന്നൊക്കെ തന്നെ, പക്ഷെ പുറത്ത് പോയി കഴിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ അച്ഛൻ ആ സാധനം മൈൻഡിലുണ്ട് തോന്നുന്നത്. ഇത് കഴിഞ്ഞ ഇനമോൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ പറയുന്നത് സാദാ ചോറ് പുറത്തുനിന്ന് തിന്നണം എന്ന് പറഞ്ഞില്ലേനോ. ഇനിയിപ്പോൾ ഒന്ന് നോക്കണം, നമ്മൾ അങ്ങോട്ട് പോകും. നമ്മൾ സാദാ ചോറെന്ന് വിചാരിച്ച് പുറത്ത് പോയാലോ അപ്പോൾ നേരെ പോലെയും മന്തിക്കടയിൽ കഴിക്കാറോ.
അതാണ് ഒന്നാമത് പ്രശ്നം വരുന്നത്. എനിക്ക് അയില പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ആ പുറത്തെ ബോർഡുമ്പോൾ തന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ പറയുക, ചോറല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മീൻ പൊരിച്ചതാകുമ്പോൾ പ്രത്യേകിച്ച് ഇഷ്ടം കേട്ടോ. പിന്നെ പാച്ചു 2-3 പ്രാവശ്യം ഇങ്ങോട്ട് വന്നതാണ്. അപ്പം അന്നത്തെ ടേസ്റ്റ് ഇല്ല, കുറവുണ്ട് എന്ന് പാച്ചു പറഞ്ഞിട്ടോ. നമ്മൾ ചോറും സാമ്പാറായാലും ഉപ്പേരികളൊക്കെ ആയാലും കേട്ടോ. പക്ഷെ മീൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എൻ്റെ ലിസ്റ്റിൽ ഫുഡ് കഴിക്കാൻ വേങ്ങരക്ക് എത്തണ എൻ്റെ ലിസ്റ്റിലേ ഇല്ല കേട്ടോ. ഞാൻ ചെമ്മാടന്നെ ഞാൻ ചുറ്റിക്കറങ്ങി പാച്ചുവിനെ നമുക്ക് ഡ്രസ്സ് എടുക്കാനുണ്ട് എന്നല്ല, ഞാൻ നിർബന്ധിച്ച് നിങ്ങൾ ഇടുക്കി എന്ന് പറയും. കാരണം പാച്ചു ഞമ്മക്ക് വേണ്ടിയൊക്കെ ചെയ്തു. പക്ഷെ മൂപ്പര് അങ്ങനെ ശ്രദ്ധിക്കില്ല. ഞാൻ അതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് അങ്ങനെ ഡ്രസ്സ് എടുത്തു, ഞാൻ എടുത്തോണ്ട് നിങ്ങൾ എടുത്തോളി, ആ ഒരു ഇതാണ്. അപ്പൊ മൂപ്പരെന്നെ കൈയോടെ പിടികൂടി കൊണ്ടുപോയിട്ട് മൂപ്പർക്ക് എടുക്കണം, മൂപ്പര പൈസക്ക് തന്നെയാണ് എടുക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ട്. അപ്പൊ അത് ഇനി പക്ഷെ എത്തിയ ഭയങ്കര സുഡിയോ ഉള്ള കാര്യം നമുക്കറിയല്ലോ. അപ്പൊ ഞാൻ പാച്ചു സുഡിയോയിലൊന്ന് വെറുതെ കയറിയാക്കില്ല, ഓഫർ ഉണ്ട് തോന്നുന്നെന്ന് പറഞ്ഞു. അതിലാകെ നമ്മള് വിചാരിച്ച പ്ലാനിങ് മൊത്തം തകിടം പറഞ്ഞ് അങ്ങനെ ചെമ്മാടന്നെ ഓലിക്ക് എടുക്കണം എന്നുള്ള സാധനം അങ്ങനെ എൻ്റെ കൂടെ പോകുന്നേ. അതിൻ്റെ ഉള്ളിലേക്ക് 2:30-3 മണിക്കൊക്കെ കയറിയിട്ട് പിന്നെ 5 മണിക്കൊക്കെയാണ് ഞാൻ ഇറങ്ങണത്. ടൈമൊക്കെ പോക്ക് എനിക്ക് തന്നെ അറിയാം. എന്താ എടുത്തിട്ട് ഞാൻ പലാസ പാൻറ് നോക്കാനാട്ടോ. എനിക്ക് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതൊക്കെ ആയാലും ഹോസ്പിറ്റലിൽ ഭയങ്കര ടൈറ്റായി തുടങ്ങിയാണ്. അപ്പോൾ ഒന്നുകൂടി ലൂസായത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കിയിട്ട് പാൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ പാൻറ് 2 ടോപ്പ് ഒരു ചെരുപ്പൊക്കെ എടുത്ത് മുതല. അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും ഇല്ലാത്തൊരു വിഷമം എനിക്ക് വണ്ടി കയറിയപ്പോൾ. എത്താപ്പിൻ്റെ കഥലേ, ഓൽക്ക് എടുക്കാൻ പോയിക്കാണ്ട് ഞാൻ എടുത്തില്ലേ. പിന്നെ ടൈമിൽ പാച്ചും കുഴങ്ങിക്കണേ, ഞാനും കുഴങ്ങിയണേ, വായിച്ചു കഴിഞ്ഞാൽ മോളെ നോക്കി അതും കുഴങ്ങിക്കണേ. അപ്പൊ നമുക്ക് ചുമട്ടൊന്നും ഒന്നും എടുക്കാൻ വിചാരിച്ചു. പക്ഷെ എല്ലാം കൂടെ ഉള്ള ടൈമില്ല. കുഴങ്ങിന് വീട്ടിലെത്തിയൊക്കെ എടുക്കുക എന്നുള്ളൊരു മൈൻഡാണ്. ഇനമോള് വണ്ടി കയറിയപ്പോ തന്നെ ഉറങ്ങിയിട്ടോ. നല്ലൊരു ചായടിക്കുള്ള ഒരു വൈബ്, നല്ലൊരു സ്പോട്ട് ഇട്ടോ, നല്ല ആംബിയൻസ്, നല്ല ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട്, നല്ലൊരു തോടും പാടവും ഒന്നായിട്ടിട്ട് അങ്ങനെ നല്ല ചൂടുള്ള ചായയും ജ്യൂസും കാര്യങ്ങളെ കുറിച്ച് നേരെ വീട്ടിൽ. ഇത് വ്ളോഗാണ് മുഴുവനായിട്ടില്ല. അപ്പൊ വീണ്ടും കാണാം.